അതായത് 3 പോയിന്റ് ബേസാണ് കൊടുത്തിരിക്കുക. ഫസ്റ്റ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ അസെറ്റ്, അതൊരു സ്വത്തായിരിക്കും, അസറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ, അതിനെ കൈമാറ്റം ചെയ്യാനുള്ളതായിരിക്കും. നെക്സ്റ്റ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ്, എന്ത് കിട്ടാനായിരിക്കും? ലാഭം കിട്ടാനായിരിക്കും. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലഭിക്കുക മീൻസ് ഇവിടെ എന്ത് ലഭിക്കും? പ്രോഫിറ്റ് ലഭിക്കും. ദാറ്റ് ഈസ് ഗെയിൻ. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ 3 കാര്യങ്ങളും ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്ന ഈ 3 പോയിന്റ്സും കൂടി ഇൻക്ലൂഡഡ് ആവുമ്പോൾ ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ആൻഡ് മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മിസ് ജസ്റ്റ് പറഞ്ഞ എക്സാമ്പിളും ഇത് ഇപ്പൊ ഈ പറഞ്ഞ ഡെഫിനേഷൻ വെച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് എന്തായി മാറുന്നത്? സെൽഫ് ജനറേറ്റഡ് അസറ്റും കൺസെപ്റ്റും മീനിങ് ഒക്കെ മിസ് പറഞ്ഞൊരു എക്സാമ്പിളിലുണ്ട് അല്ലേ? കാരണം ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു 10 ലക്ഷത്തിന്റെ ലാൻഡും ബിൽഡിങ്ങും ഒരുമിച്ച് അദ്ദേഹം വാങ്ങുമ്പോൾ 10 ലക്ഷമാണ്, വിൽക്കുമ്പോൾ അതൊരു 20 ലക്ഷത്തിന് വിറ്റു എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് 10 ലക്ഷമാണ് പ്രോഫിറ്റ് കിട്ടിയത്, ലാഭം കിട്ടിയത്. ഓൾറെഡി അദ്ദേഹം ഗവൺമെന്റിന് ടാക്സ് അടക്കാൻ നിർബന്ധമായും ബാധ്യസ്ഥനാണ്. ഇറ്റ്സ് ആ ഒരു പ്രക്രിയയിൽ, ആ ഒരു സിറ്റുവേഷനിൽ ഉള്ള സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? മിസ് ഇപ്പൊ ടെക്സ്റ്റിൽ വായിച്ച സംഭവം. ആ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മിസ് പറഞ്ഞ എക്സാമ്പിൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡഡ് ആണ്. ക്യാപിറ്റൽ അസെറ്റ്, എന്താണ് ക്യാപിറ്റൽ അസെറ്റ്? അദ്ദേഹത്തിന് കയ്യിലുള്ള പ്രോപ്പർട്ടി, ലാൻഡ് വിത്ത് ബിൽഡിംഗ്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി അല്ലേ? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഭൂമിയും അതിലുള്ള ബിൽഡിങ്ങും, അതാണ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് അല്ല, അദ്ദേഹത്തിന് എന്ത്? അസെറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്വത്ത്. ഓക്കെ. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫർ, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മൂലധനം മീൻസ് അദ്ദേഹത്തിന്റെ സ്വത്ത്, അസെറ്റ് ആണ്. ദെൻ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ അസസി എന്നാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കൽ വേർഡ് ഉപയോഗിക്കുന്നത്. അസസിന്റെ കയ്യിൽ. നെക്സ്റ്റ് അസസിന്റെ കയ്യിൽ എന്തുണ്ടാവും? ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ. അതെന്ത് ചെയ്യണം? കൈമാറ്റം ചെയ്യണം, മാറ്റം ചെയ്യണം. അപ്പൊ മിസ് നേരത്തെ പറഞ്ഞു വിൽക്കുന്നത് എന്താണ്? കൈമാറ്റം ചെയ്യുന്നത് ഒന്നാണ്. നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻസ്. അപ്പൊ അവർക്ക് എന്ത് ലഭിക്കുന്നു? ലാഭം കിട്ടുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് ദ definition of and meaning of capital gain and the concept of capital asset and self generated assets. Okay, 3 കാര്യങ്ങളാണ് മിസ് ഒറ്റ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഡിഫറെന്റ് ഷോർട്ട് ടേം ഗെയിൻസ് ആൻഡ് ലോങ് ടേം. ഇതിന് ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഗെയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് കിട്ടുന്ന ലാഭം എങ്ങനെയുണ്ട്? ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നാൽ ഇപ്പൊ തന്നെ ലാഭം കിട്ടണമെന്നില്ല അല്ലെ? ഇപ്പൊ എന്ത് നമ്മളൊരു ബിസിനസ്സിലേക്ക് പോകുമ്പോഴും, ഗവൺമെന്റ് ഓറിയന്റഡ് അല്ല ഏത് ബിസിനസ്സിലേക്ക് പോകുമ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് എന്തായാലും കുറച്ച് എന്ത് ചെയ്യണം? മൂലധനം ഇറക്കേണ്ടി വരും. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ്. ഇനിയിപ്പോൾ എക്സാമ്പിൾ മിസ് പറഞ്ഞാൽ ഒരു ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക്, ഓക്കെ, ഒക്കെ പോട്ടെ, ഒരു ലോക്കലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, ഒരു വീട്ടമ്മ തയ്യൽ അടിച്ച് അല്ലെ, നമ്മൾ മെഷീൻ വർക്കായിട്ട് കൊടുക്കാൻ ഒരു ഷോപ്പ് ഇടുകയാണ്. അപ്പൊ ആ വീട്ടമ്മക്ക് ആദ്യം എന്തൊക്കെ വേണം? തയ്യൽ മെഷീൻ വാങ്ങണം, ഷോപ്പ് വാടകയ്ക്ക് എടുക്കണം, പിന്നെ അവിടെയുള്ള മെറ്റീരിയൽസ് ഒക്കെ റെഡി ആക്കണം. അപ്പൊ അതിന് കുറച്ച് കയ്യിൽ ക്യാഷ് എന്തായാലും വേണം. അപ്പൊ അവര് ഫസ്റ്റ് എന്ത് ചെയ്യണം? എന്തായാലും കയ്യിലുള്ള കുറച്ച് മൂലധനം കയ്യിൽ കരുതണം. എന്നിട്ട് അദ്ദേഹം ആ ഒരു വീട്ടമ്മ ഇന്ന് ഓപ്പൺ ചെയ്ത ഇന്ന് തന്നെ ആ വീട്ടമ്മക്ക് എന്ത് ചെയ്യില്ല? ലാഭം കിട്ടൂല, പ്രോഫിറ്റ് കിട്ടത്തില്ല. അപ്പൊ അതെന്താണ്? ഷോർട്ട് ടേം ആയിട്ട് കിട്ടൂല. അപ്പൊ ലോങ് ടേം, അതായത് അതൊന്നും ആൾക്കാരൊക്കെ അറിഞ്ഞു വന്നു, അദ്ദേഹത്തിന് ആ ഒരു വീട്ടമ്മക്ക് തുണിയൊക്കെ കൊടുത്തു, തയ്പ്പിച്ചു, അതിനുള്ള ലാഭമൊക്കെ കിട്ടി. അങ്ങനെ കുറച്ചൊരു ലോങ് ടേം ആവുമ്പോഴേ എന്ത് കിട്ടുള്ളൂ? പ്രോഫിറ്റ് കിട്ടുള്ളൂ. അതിപ്പോ ഏത് ബിസിനസ് എടുത്താൽ നമുക്ക് അങ്ങനെ തന്നെ അല്ലേ? നിങ്ങളൊക്കെ വലിയ കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നിങ്ങളൊക്കെ ഇനി വലിയ വലിയ ബിസിനസ്മാൻമാരൊക്കെ ആവാനുള്ള ആൾക്കാരാണെന്ന് മിസ്സിനറിയാം. കാരണം നിങ്ങൾ ഇത്രയും BBAയും വലിയ എന്താ ഹയർ എഡ്യൂക്കേറ്റഡ് ആ ലെവലിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾ വലിയ അംബാനിനെ പോലുള്ള വലിയ ബിസിനസ്മാൻമാരൊക്കെ ഇല്ലെന്ന് ആര് കണ്ടു? ചിലപ്പോൾ മിസ്സിന്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികൾ വലിയ ബിസിനസ്മാനൊക്കെ ആവും, ബിസിനസ്മാൻമാരൊക്കെ ആവും. ഒക്കെ ആവട്ടെ, അതിന് ആശംസകൾ മിസ് പറയുന്നു. അതല്ലാതെ ഇങ്ങനെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങിയിട്ട് ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും പ്രോഫിറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഊഹിച്ചാലും, അത് ഇത്ര വലിയ എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ എന്ത് കിട്ടത്തില്ല? പിറ്റേന്ന് ആ ഒരു വീട്ടമ്മയുടെ എക്സാമ്പിൾ എടുക്കുമ്പോൾ അന്ന് തന്നെ ലാഭം കിട്ടും, അല്ലെ പിറ്റേന്ന് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങൂല. അതായത് അതൊക്കെ ആൾക്കാരൊക്കെ അറിഞ്ഞു വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഓർഡറൊക്കെ പിടിച്ച് അങ്ങനെ കുറച്ചൊരു ലോങ് ടേം മീൻസ് ലോങ് അല്ല, വല്ലാതെ ഹോൾ ലോങ് ഒന്നും ആവത്തില്ല. എങ്ങനെ ആവും? ഒരു ഏകദേശം ലോങ് ആവും. അപ്പൊ അത് ഷോർട്ട് ഗെയിൻ പ്രോഫിറ്റും ലോങ് ടേം പ്രോഫിറ്റും ആണ് അതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ടൈം ടേബിൾ ചാർട്ട് ഉണ്ട്. 12 to 2 ഈസ്റ്റ് എന്ന് പറയുന്ന അതിലുണ്ട്. കറക്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗെയിൻസിന്റെ എക്സാമ്പിൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അത് വായിക്കുക. എന്താ അതിൻ്റെ ഒരു ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മിസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ മിസ്സിൻ്റെതായ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. കറക്റ്റ് ടെക്സ്റ്റിൽ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ഗെയിൻസ് ആൻഡ്
ലോങ് ടേം ഗെയിൻസ് എന്ന് കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് വായിക്കാം. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് വെൻ എനി സ്റ്റോക്ക് ഓഫ് ട്രേഡ്, ഓക്കെ, കൺസ്യൂമബിൾ സ്റ്റോർസ് ആൻഡ് റോ മെറ്റീരിയൽസ് ഹെൽഡ് ദ പർപ്പസ് ഓഫ് ഹിസ് ബിസിനസ് പ്രൊഫഷൻ. അതായത് ഒരു അസസി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കയ്യിലുള്ള അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ കയ്യിലുള്ള റോ മെറ്റീരിയൽസോ, അദ്ദേഹം ഒരു ഫാൻസി തുടങ്ങുകയാണെങ്കിൽ കുറെ റോ മെറ്റീരിയൽസ് ഉണ്ടാവും. ദാറ്റ് ഈസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ട്രേഡ് മീൻസ് വ്യാപാരം അല്ലെങ്കിൽ ബിസിനസ്, സ്റ്റോക്ക് ചെയ്യുക, ബിസിനസ്സിന് വേണ്ടി സ്റ്റോക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇത് ക്യാപിറ്റൽ ഗെയിൻ അല്ലെ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ സിമ്പിളായിട്ട് അർത്ഥമുണ്ട്. നമ്മുടെ കയ്യിലുള്ള അസെറ്റാണ് ക്യാപിറ്റൽ ഗെയിൻ. അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് എന്തായി മാറുന്നത്, കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ആവും മാറുന്നത് അല്ലെ. അത് പെട്ടെന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എന്ത്, ഷോർട്ട് ടേം പ്രോഫിറ്റ് ആവുന്നത്. കുറേ കാലം കഴിഞ്ഞ് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എന്ത്, ലോങ് ടേം പ്രോഫിറ്റ്. പ്രോഫിറ്റ് മീൻസ് ഗെയിൻസ്. ദാറ്റ് ഈസ് ദർ ഈസ് എന്താണ് ഒരു അനലൈസേഷൻ അല്ലേ. അതായത് ഷോർട്ട് ടേം ആണെങ്കിൽ ലോങ് ടേം ആണെങ്കിൽ കൺസെപ്റ്റും ദെൻ സെൽഫ് ജനറേറ്റഡ് അസെറ്റും. അസെറ്റ് മീൻസ് നമ്മുടെ സ്വത്ത്, നമ്മുടെ കയ്യിലുള്ള മൂലധനം, ക്യാപിറ്റൽ, ദാറ്റ് ഈസ് അസെറ്റ്. അപ്പൊ ഇത്രയും ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മിസ് ഇതിൽ വായിച്ചു തരുന്നത് കൺസെപ്റ്റ്. ദെൻ ഇതിൽ മിസ് പറഞ്ഞല്ലോ ഒരു ചാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഡിസ്റ്റൻസ് ആൻഡ് പോപ്പുലേഷൻ ഏരിയ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ അസെറ്റ്. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ അസെറ്റ് തമ്മിലൊരു അനലൈസേഷൻ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ചാർട്ട് 12:2 എന്നുള്ള ഒരു ചാർട്ടിന് തൊട്ടടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ മിസ്. പിന്നെ മിസ് പറയുന്നുണ്ടല്ലോ നമ്മുടെ നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ നോട്ടൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, കറക്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെൽഫ് ജനറേറ്റഡ് അസെറ്റ് അല്ലെ. എന്താണ് ഗുഡ് വിൽ, ടെനൻസി റൈറ്റ്സ്, റൂട്ട് പെർമിറ്റ്സ് ആൻഡ് ലൂപ്പ് ഹോൾസ്, സെൽഫ് ജനറേറ്റഡ് അസെറ്റ്സ്. എന്താണ് സെൽഫ് ജനറേറ്റഡ് അസെറ്റ്, ഗുഡ് വിൽ. എന്താണ് സെൽഫ്, നമ്മൾ. സെൽഫ് മീൻസ് ഐ അല്ലെങ്കിൽ ഞാൻ. നമ്മളിലുള്ള ഗുഡ് വിൽ, നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, നമുക്കൊരു ഗുഡ് വിൽ ഉണ്ടാവും. അതേ മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കൊരു സുപ്രസിദ്ധി അല്ലെങ്കിൽ ഒരു പ്രസിദ്ധി, അത് നമുക്കൊരു പേഴ്സണാലിറ്റി. എല്ലാ പേഴ്സണാലിറ്റി ആണെങ്കിൽ നല്ലത്, നമുക്ക് നല്ലതേ വരൂ. നമ്മളത് അസെറ്റ് അതിലേക്ക് ഇട്ട് നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഗുഡ് വിൽ, മറ്റുള്ളവരുടെ ഇടയിൽ നല്ലൊരു അഭിപ്രായം, അതാണ് സെൽഫ് ജനറേറ്റഡ് അസെറ്റ്. മെയിൻ സെൽഫ് ജനറേറ്റഡ് അസെറ്റ് എന്താണ്, ഗുഡ് വിൽ ആണ്. അവനവന്റെ ധൈര്യം, ആത്മവിശ്വാസം, തൻ്റെ ഇടം മറ്റുള്ളവർ നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതിനാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. ആ ഗുഡ് വിൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്കത് റൺ ചെയ്ത് പോകാൻ പറ്റൂ. പിന്നെ അല്ലെങ്കിൽ ലോസ് ഒക്കെ വരും, ഒരു പക്ഷേ ലോസ് വരും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്ത് രീതിയിലാണ് പറഞ്ഞത്, ലോങ് ടേം ആയിട്ട് വരും, ഷോർട്ട് ടേം ആയിട്ട്. പെട്ടെന്നൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ആ സമയത്ത് തന്നെ പ്രോഫിറ്റ് ആയി ഗെയിൻ കിട്ടുമെന്ന് വിചാരിക്കരുത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ പേര് മറന്നു പോയത്, ഗെയിൻ മീൻസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ അത് ലോങ് ടേം പ്രോഫിറ്റും ഉണ്ട്, ഷോർട്ട് ടേം പ്രോഫിറ്റും ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ.